നമസ്കാരം. പ്രിയ എസ് കെ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ സ്വപ്ന ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നാം എല്ലാവരും സ്വപ്നം കാണാറുണ്ട്. സ്വപ്നം കാണുമ്പോൾ, നല്ല സ്വപ്നം കാണുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമുണ്ടാകും. ആ സ്വപ്നങ്ങളിൽ നാം ലയിച്ച് നല്ല ഒരു ഉറക്കം നമുക്ക് ലഭിക്കും. സുന്ദര സ്വപ്നങ്ങൾ കാണുമ്പോൾ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുകയും ചെയ്യും. എന്നാൽ ദുസ്വപ്നങ്ങൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ പേടി ഉണ്ടാകാറുണ്ട്. കൂടാതെ അത് കാരണം നെഗറ്റീവ് എനർജി നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകും. ദുസ്വപ്നം കാണാതിരിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത്? ഓരോ ദിവസവും ധാർമ്മികമായ ജീവിത ശൈലികൾ പാലിക്കുകയും സൽപ്രവർത്തികൾ ചെയ്യുകയും നല്ല വ്യക്തികളുമായി സംസർഗം ചെയ്യുകയും നിത്യേന ക്ഷേത്ര ദർശനം ചെയ്യുകയും ഉറങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥന, ധ്യാനം എന്നിവ ചെയ്യുകയും മനസ്സിന് ഊർജം നൽകി മനസ്സിനെ ശുദ്ധമാക്കി അതിനുശേഷം ഉറങ്ങണം. ദിവസവും രാവിലെയും വൈകിട്ടും കുളിച്ച് രാമനാമ ജപം ചെയ്യുന്നത് കൊണ്ട് ദുസ്വപ്നങ്ങൾ കാണുകയില്ല. നമ്മൾ എന്ത് വിചാരിച്ച് കിടക്കുന്നുവോ അതാണ് നമ്മുടെ സ്വപ്നങ്ങളായി വരുന്നത്. ചിലപ്പോൾ കാണുന്ന സ്വപ്നങ്ങളാണ് ഫലിക്കുന്നത്. എന്നാൽ ഏത് സമയത്താണ് നാം കാണുന്ന സ്വപ്നങ്ങൾ ഫലിക്കുന്നത്? ചില സമയത്ത് കാണുന്ന സ്വപ്നങ്ങൾ ഫലിക്കില്ല, ചില സമയത്ത് നാം കാണുന്ന സ്വപ്നങ്ങൾ ഫലിക്കുന്നു. അതിരാവിലെ കാണുന്ന സ്വപ്നങ്ങൾ ഫലിക്കുന്നതാണ്. നാം നല്ല സ്വപ്നങ്ങളും ദുസ്വപ്നങ്ങളും കാണാറുണ്ട്. ഈ സ്വപ്നങ്ങൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ഫലം എന്താണെന്ന് അറിയാൻ എല്ലാവർക്കും ആഗ്രഹം കാണും. ആ ഫലങ്ങളെക്കുറിച്ചാണ് ഇനി ഇവിടെ വിശദീകരിക്കുന്നത്. എല്ലാ ഫലങ്ങളെക്കുറിച്ചും നമുക്ക് വിശദീകരിക്കാൻ സാധ്യമല്ല. അതിൽ പ്രധാനമായിട്ടുള്ള ചില സ്വപ്ന ഫലങ്ങളാണ് ഇവിടെ വിവരിക്കുന്നത്. പഴങ്ങൾ, പൂക്കൾ നിറഞ്ഞ മരത്തിൽ കയറുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ ധന നേട്ടം, സർവകാര്യ വിജയം എന്നീ ഫലങ്ങളാണ് അനുഭവിക്കുക. പാമ്പിനെ സ്വപ്നം കണ്ടാൽ വരും നാളുകളിൽ ധനം ലഭിക്കുകയും കാര്യവിജയം കൈവരിക്കുകയും ചെയ്യുന്നതായിട്ടാണ് ഫലം. ധനം ലഭിക്കുക, കാര്യവിജയം. ചന്ദനം, പൂക്കൾ, തൈര്, താമ്പൂലം എന്നിവയെ കണ്ടാൽ ധനലാഭം, ധനനേട്ടം എന്നതാണ് ഫലം. മദ്യപിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ, മദ്യപാനം ചെയ്യുന്നതായിട്ടോ മദ്യപിക്കുന്നതായിട്ടോ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം വിശേഷ ധനലാഭം, വിദ്യാലാഭം എന്നിങ്ങനെയുള്ള ഫലമാണ്. ദീപത്തെക്കുറിച്ച് തെളിഞ്ഞ് നിൽക്കുന്ന ദീപത്തെ സ്വപ്നം കാണുന്നത് ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ച്, ഭക്ഷണത്തെക്കുറിച്ച് സ്വപ്നം കാണുമ്പോൾ അതിൻ്റെ ഫലമെന്ന് പറയുന്നത് കാര്യാനുകൂലം. നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും അത് അനുകൂലമായിട്ട് വരും. സർപ്പം തോളിൽ കയറുന്നതായി സ്വപ്നം കണ്ടാൽ സ്വർണ്ണാഭരണം ലഭിക്കും, സ്വർണം ലഭിക്കും. പുത്രഭാഗ്യം, അതാണ് ഫലം. അടുത്ത, രാജാവ് കുതിര, പശു, ആന, എരുമ എന്നീ മൃഗങ്ങളെ കണ്ടാൽ ബന്ധു സമാഗമം, ധനലാഭം, പുത്രഭാഗ്യം എന്നീ ഫലങ്ങളാണ്. അടുത്ത്, പക്ഷികളെ പിടിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ സർവ ഐശ്വര്യവും സ്ത്രീ സംസർഗവുമാണ് ഫലം. താമര ഇലയിൽ
പായസം കഴിക്കുന്നതായി സ്വപ്നം കണ്ടാൽ പ്രഭുവിന് തുല്യമായ അല്ലെങ്കിൽ രാജാവിന് തുല്യമായിട്ടുള്ള പദവി നമുക്ക് ലഭിക്കും. നാം ധനികനായി മാറും എന്നാണ് അതിൻ്റെ അർത്ഥം. ഉമിനീർ അശുദ്ധമായ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൽ സ്പർശിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ ഉമിനീർ അശുദ്ധമായ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൽ വീഴുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ, അല്ലെങ്കിൽ രക്തം, ശവം ഇവയെ കണ്ടാലും സൗഭാഗ്യമാണ് നമുക്ക് വരാൻ പോകുന്നത് എന്നതിൻ്റെ സൂചനയാണ്. അതുകൂടാതെ പുതിയ വസ്തുക്കൾ നമുക്ക് ലഭിക്കാനുള്ള ഭാഗ്യവും ആ സ്വപ്നഫലത്തിൻ്റെ സൂചനയാണ്. ക്ഷേത്ര ദർശനം ചെയ്യുന്നത്, പൊങ്കാല സമർപ്പിക്കുന്നതായിട്ടുള്ള സ്വപ്നങ്ങൾ, ദേവി ദേവന്മാരുടെ രൂപങ്ങൾ സ്വപ്നത്തിൽ വന്നാൽ, അങ്ങനെ സ്വപ്നത്തിൽ വരുന്നത് വളരെ ഭാഗ്യമാണ്. ദേവി ദേവന്മാരെ സ്വപ്നത്തിൽ കാണുന്നത് അപൂർവമാണ്. അങ്ങനെ സ്വപ്നത്തിൽ കണ്ടാൽ സർവവിധ ഐശ്വര്യവും വന്നു ചേരുന്നതാണ്. അതുമാത്രമല്ല, നമുക്ക് എല്ലാ കാര്യങ്ങളിലും ഭാഗ്യലബ്ധി ലഭിക്കുന്നതാണ് എന്നതാണ് ആ സ്വപ്നത്തിൻ്റെ ഫലം. ഇതുപോലെ ധാരാളം സ്വപ്നഫലങ്ങൾ വിശദീകരിക്കാനുണ്ട്. അത് മറ്റൊരു വീഡിയോയിൽ വിശദീകരിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ദയവായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളേവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.